പഴമയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പഴമയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേർ. അതിലൊന്നാണ് പഴയകാല ഓടുമേഞ്ഞ മേൽക്കൂരകളും നടുമുറ്റവുമൊക്കെയുള്ള തറവാട് വീടുകൾ. നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന സാനഡുവിലെ ഈ വീടിന്റെ പ്രത്യേകതയും ഇതുതന്നെയാണ്. അല്പം നൊസ്റ്റാൾജിയോട് കൂടി ട്രഡീഷണൽ സ്റ്റൈലിൽ 2900 സ്ക്വയർ ഫീറ്റിൽ ഒരു മോഡേൺ വീട്. വീടിന്റെ ഔട്ട്ലുക്കിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ലിവിംഗ് റൂമിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ബേ വിൻഡോ. ടഫൻഡ് ഗ്ലാസോട് കൂടിയിട്ടുള്ള UPVC വിൻഡോസ് ആണ് വീടിന് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എഞ്ചിനീയറിംഗ് വർക്ക്സ് ചെയ്തവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി സിറ്റ് ഔട്ടിലേക്ക് എത്തുമ്പോൾ 148 സ്ക്വയർ ഫീറ്റിൽ വരുന്നതാണ് ഈ സിറ്റ് ഔട്ട്. ഇവിടെ ഫ്ലോറിംഗ് ടൈൽസിലും ബോർഡർ കൊടുത്തിരിക്കുന്നത് ലെപ്പോത്ര ഗ്രാനൈറ്റിലുമാണ്. സിറ്റ് ഔട്ടിന്റെ ഈ സൈഡ് വാൾ പില്ലേഴ്സ് എല്ലാം ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിനും ഡൈനിങ് ഹാളിനും ഇടയിലായി വരുന്ന ഈ UPVC സ്ലൈഡിംഗ് വിൻഡോയാണ് സിറ്റ് ഔട്ടിന്റെ ഒരു ഹൈലൈറ്റ്. വീടിന്റെ വിൻഡോസിനെല്ലാം തന്നെ GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് റെയിൽസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് ഇൻഡോർ വിശേഷങ്ങളാവാം. തേക്കോടിൽ നിർമ്മിച്ച ഈ ഒരു മെയിൻ ഡോർ കടന്ന് ചെന്നെത്തുന്നത് ഒരു ഫോയറിലേക്കാണ്. 51 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഫോയറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫോമൽ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വീടിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ സീലിംഗിൽ ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ലിവിംഗ് റൂമിലേക്ക് കടക്കുമ്പോൾ എൻട്രൻസിലുള്ള ഈ ഒരു പാനലിംഗ് ലാമിനേറ്റഡ് പ്ലൈവുഡിലും ജാലി വർക്ക്സ് മൾട്ടിവുഡിലുമാണ്. 143 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ലിവിംഗ് റൂമിൽ നടുമുറ്റത്തേക്കുള്ള ആക്സസിനു വേണ്ടി ടഫൻ ഗ്ലാസോടുകൂടി UPVC സ്ലൈഡിംഗ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നാണ് 182 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ കോർട്ട്യാർഡ്. ഫ്രണ്ടിൽ നിന്നും കണ്ട ബേ വിൻഡോയുടെ അകത്തു നിന്നുള്ള കാഴ്ചയാണിത്. സിമന്റ് കൊണ്ടുള്ളൊരു സ്ട്രക്ചറാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. മുകളിൽ കുഷൻ വെച്ചൊന്നും ഡെക്കറേറ്റ് ചെയ്തു. വീടിന്റെ സീലിംഗ് വർക്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 തരം സീലിംഗ്സ് ആണ് ഈ വീട്ടിൽ. സിറ്റ് ഔട്ട്, ഈ ഒരു ഫോമൽ ലിവിംഗ് ഏരിയ, ഡൈനിങ് ഹാൾ, ഈ ഒരു 3 ഏരിയയിലെയും റൂഫിങ്ങിന് വേണ്ടി ഓടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കോൺക്രീറ്റിലല്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ സിമന്റ് ബോർഡ് കൊണ്ടാണ് സീലിംഗ് വർക്ക്സ്. മഹാഗണി വുഡിൽ തീർത്തതാണ് ഈ കോഫി ടേബിൾ സെറ്റ്. കൂടാതെ ലാമിനേറ്റഡ് പ്ലൈവുഡ് കൊണ്ടാണ് റൂഫിലുള്ള ഈ ഡെക്കറേഷൻസ്. വീടിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ ഫോയറിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 199 സ്ക്വയർ ഫീറ്റിൽ വരുന്നതാണ് ഈ ഡൈനിങ് ഹാൾ. കജാരിയ ടൈൽസ് ആണ് വീടിനകം കംപ്ലീറ്റ് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ലാമിനേറ്റഡ് പ്ലൈവുഡ് കൊണ്ടാണ് ഈ ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സിന്റെ നിർമ്മാണം. വാഷ് ബേസിൻ ക്യാബിനറ്റ് നിർമ്മിച്ചിരിക്കുന്നത് വുഡ് ആൻഡ് പ്ലാസ്റ്റിക് കമ്പൈൻഡ് ആയിട്ട് വരുന്ന WPC ബോർഡ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റിലും. സിറ്റ് ഔട്ടുമായി കണക്ട് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ UPVC സ്ലൈഡിംഗ് വിൻഡോയാണ് ഈ കാണുന്നത്. Z തീമിൽ വരുന്ന 8 സീറ്റ്സ് അടങ്ങിയിട്ടുള്ള ഈ ടേബിൾ ആൻഡ് ചെയേഴ്സ് മഹാഗണി വുഡിൽ തീർത്ത് PU പോളിഷിംഗ് ചെയ്തതാണ്. റൂഫിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതുവരെ കാണിച്ച എല്ലാ ഭാഗങ്ങളിലും ഓടാണ് റൂഫിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. GI പൈപ്പിൽ ഓട് ഫിക്സ് ചെയ്തതാണ്. ശേഷം സിമെന്റ് ബോർഡിൽ സീലിംഗ് വർക്ക്സ്, ഇടക്ക് കാണുന്ന ഈ ഡെക്കറേഷൻസ്
പ്ലൈവുഡിലും. അതായത് ഈ ഭാഗങ്ങളിൽ ഒന്നും തന്നെ വീടിന്റെ അപ്പർ പോർഷൻസ് എക്സ്റ്റെൻഡ് ചെയ്തു വരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം വീട്ടുകാർ ഈ ഭാഗങ്ങളിലേക്ക് കോൺക്രീറ്റ് റൂഫിങ്ങിന് പകരം ഓട് സിലക്ട് ചെയ്തതും. ഇനി റൈറ്റ് സൈഡിലായിട്ട് 86 സ്ക്വയർ ഫീറ്റിൽ ഒരു ഓപ്പൺ കിച്ചൺ. ഇവിടെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് സ്കേർട്ടിംഗ് ലൈറ്റോട് കൂടി വരുന്ന ഈ ഒരു ഐലൻഡ് ടേബിൾ. ഇവിടെ കൗണ്ടർ ടോപ്പ് കവർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. കിച്ചണിൽ വുഡൻ ഡിസൈനിങ്ങിൽ വരുന്ന ഷെൽഫ്സ് ലാമിനേറ്റഡ് പ്ലൈവുഡിലും മറ്റു ക്യാബിനറ്റ് ആൻഡ് ഷെൽഫ്സ് WPC ബോർഡിലുമാണ് തീർത്തിരിക്കുന്നത്. ലാമിനേറ്റഡ് പ്ലൈവുഡ് സ്ട്രക്ചറിന്റെ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് പീസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഐലൻഡ് ടേബിൾ. കിച്ചൺ ഉൾപ്പെടെ വീടിന്റെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഭാഗങ്ങളിലെ റൂഫിംഗ് എല്ലാം തന്നെ കോൺക്രീറ്റിലാണ്, സീലിംഗ് ജിപ്സം കൊണ്ടും. ഇനി അടുത്തതായി 86 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വർക്ക് ഏരിയ ആണ്. ഇവിടെയും ടേബിൾ ടോപ്പ് കവർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. കൂടാതെ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ കൂടെ PVC ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ക്യാബിനറ്റ് ആൻഡ് ഷെൽഫ്സിന്റെ നിർമ്മാണം. ട്രഡീഷണൽ നാലുകെട്ട് വീടുകളിൽ കാണുന്ന നടുമുറ്റം സ്റ്റൈലിലാണ് ഇവിടെ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ലെപ്പോത്ര ഗ്രാനൈറ്റ് പീസ് കൊണ്ടാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത്. GI പൈപ്പ് കൊണ്ടുള്ള സേഫ്റ്റി ഗ്രില്ലോടുകൂടി ഓപ്പൺ ടു സ്കൈ എന്നൊരു കോൺസെപ്റ്റിലാണ് ഇവിടെ റൂഫിംഗ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് സൺലൈറ്റ് ആവശ്യത്തിന് ലഭിക്കുന്നതിനാൽ ഇൻഡോർ പ്ലാന്റ്സിന് നല്ല ഹെൽത്തിയായി വളരാൻ കഴിയും. ഇനി അടുത്തതായി 290 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ഫാമിലി ലിവിംഗ് ഏരിയയാണ്. കാന്റിലിവേർഡ് ടൈപ്പിൽ വരുന്ന സ്റ്റെയർകേസ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിന് താഴെയുള്ള സ്റ്റോറേജ് സ്പേസിനു വേണ്ടി ലാമിനേറ്റഡ് പ്ലൈവുഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കരിവാക വുഡിൽ PU പോളിഷിംഗ് ചെയ്തെടുത്തതാണ് കോർട്ട്യാർഡിന് അനുയോജ്യമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഊഞ്ഞാൽ. തൊട്ടടുത്തായിട്ട് വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ആണ്. 169 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ബെഡ്റൂമിന്റെ ഫേർണിച്ചേഴ്സ് എല്ലാം തന്നെ പ്ലൈവുഡ് നിർമ്മിതിയാണ്.
വീടിന് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്ലൈവുഡ്സ് 710 BWP ഗ്രേഡിൽ വരുന്ന പ്ലൈവുഡ് ആണ്. അതായത് ബോയിലിംഗ് വാട്ടർ പ്രൂഫ് പ്ലൈവുഡ്സ്. അതുകൊണ്ട് തന്നെ ഇത്തരം വാട്ടർ പ്രൂഫ്ഡ് പ്ലൈവുഡ് കൊണ്ടുള്ള ഇന്റീരിയർ ഡെക്കോർസ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. വുഡൻ ഡിസൈനിങ്ങിൽ വരുന്ന ടൈൽസ് ആണ് ബെഡ്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിൻഡോ സൈഡിൽ സ്റ്റോറേജ് സ്പേസോട് കൂടിയ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബാത്റൂമിലേക്ക് വരുമ്പോൾ വാൾസ് ആൻഡ് ഫ്ലോർസ് ടൈൽസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഈ ബാത്റൂം ഏകദേശം 45 സ്ക്വയർ ഫീറ്റ് കാണും. ബെഡ്റൂം ഡോർസ് എല്ലാം തന്നെ മഹാഗണി വുഡിൽ PU പോളിഷിംഗ് ചെയ്തതാണ്. അതുപോലെ വാതിൽ കട്ടിലകൾ അയൺ സ്ട്രക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി സ്റ്റെയർകേസിനടുത്തായിട്ട് വരുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം. സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ബെഡ്റൂമിൽ തേക്ക് വുഡിലാണ് കട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. സെയിം UPVC വിൻഡോസ് കൂടെ GI പൈപ്പ് റെയിൽസ് ആണ് എല്ലാ ഭാഗങ്ങളിലും. അതുപോലെ സെയിം പ്ലൈവുഡ് മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ വാർഡ്രോബിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം 37 സ്ക്വയർ ഫീറ്റിലാണ് ബാത്റൂം. അയൺ സ്ട്രക്ചറിന് കരിവാക വുഡിൽ PU പോളിഷിംഗ് ചെയ്ത് കവർ ചെയ്തതാണ് ഈ സ്റ്റെപ്സ്. ഹാൻഡ് റെയിലും സെയിം കരിവാക വുഡിൽ PU പോളിഷിംഗ് ചെയ്തതാണ്. സ്ക്വയർ ഫീറ്റിൽ വരുന്നതാണ് ഈ അപ്പർ ലിവിംഗ് ഹാൾ. ഇവിടെ UPVC സ്ലൈഡിംഗ് വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്.
169 സ്ക്വയർ ഫീറ്റിൽ വരുന്നതാണ് ഈ ബെഡ്റൂം. ഇവിടെ മഹാഗണി വുഡിൽ തീർത്തതാണ് ഫർണിച്ചേഴ്സ്. സ്ക്വയർ ഫീറ്റിൽ വരുന്നതാണ് ഈ ബാത്റൂം. ഈ ഒരു ഡോർ ഓപ്പൺ ടെറസിലേക്കുള്ളതാണ്. ഇനി 198 സ്ക്വയർ ഫീറ്റിൽ വരുന്നതാണ് ഈ ബെഡ്റൂം. ഇവിടെയും ഫർണിച്ചേഴ്സ് എല്ലാം സെയിം പ്ലൈവുഡ് മെറ്റീരിയൽസ് കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വാഷ്റൂം 37 സ്ക്വയർ ഫീറ്റിലാണ് പണിതിരിക്കുന്നത്. ഇനി വീടിന്റെ ഈ റൂഫ് ഭാഗം കാണുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഓട് പാകിയ റൂഫും കോൺക്രീറ്റ് റൂഫും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ കോർട്ട്യാർഡിന്റെ സേഫ്റ്റി ഗ്രില്ലാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ വീടും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.